പശ്ചിമ ബംഗാളിലെ 7 മണ്ഡലങ്ങളിലും നാളെ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. പ്രചാരണത്തിനായി ഇതുവരെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ബംഗാളിൽ എത്തിയിട്ടില്ല. അതേസമയം മമതാ ബാനർജി ബിജെപിയിൽ ചേരുമെന്നാരോപിച്ച കോൺഗ്രസ് നേതാവ് ആധിർ രഞ്ജൻ ചൗധരിയെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പരസ്യമായി ശാസിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ ഇലക്ഷൻ ഇന്ത്യ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. നമസ്കാരം. കേരളത്തിൽ LDF സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രചാരണത്തിനിറങ്ങാൻ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബംഗാളിൽ സ്ഥിതി വ്യത്യസ്തമാണ്. പ്രചാരണത്തിനായി ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ബംഗാളിലേക്ക് കാലെടുത്തു വെച്ചില്ല. കോൺഗ്രസിന് ജയസാധ്യതയുള്ള ബഹ്റാംപൂർ, ദക്ഷിണ മാൽഡ മണ്ഡലങ്ങളിൽ പോലും ഇരുവരും പ്രചാരണത്തിനെത്താതിരുന്നത് കോൺഗ്രസ് പ്രവർത്തകരെ നിരാശരാക്കിയിരുന്നു. ബംഗാളിൽ BJP വിരുദ്ധത പ്രസംഗിക്കുന്ന മമതാ ബാനർജി പക്ഷേ കുറച്ചു കാലമായി ഇന്ത്യ സഖ്യവുമായി അകൽച്ചയിലാണ്. തൃണമൂൽ കോൺഗ്രസിൽ മമതയുടെ പിൻഗാമിയായ അഭിഷേക് ബാനർജി നിരവധി അഴിമതി കേസുകളിൽ ആരോപണ വിധേയനാണ്. എന്നാൽ അഭിഷേക് ബാനർജിയെ ED അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തത് മോദിയും മമതയും തമ്മിലുള്ള രഹസ്യധാരണയെ തുടർന്നാണെന്ന് ബംഗാളിലെ കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. എന്നിട്ടും തൃണമൂൽ കോൺഗ്രസിനും BJPക്കുമെതിരെ പ്രചാരണം നടത്താൻ രാഹുലോ പ്രിയങ്കയോ തയ്യാറല്ല. 5ാം ഘട്ട പോളിംഗ് നടക്കുന്ന 7 മണ്ഡലങ്ങളിൽ 2019 തൃണമൂൽ കോൺഗ്രസ് BJP മത്സരമായിരുന്നെങ്കിൽ ഇത്തവണത്തേത് ശക്തമായ ത്രികോണ മത്സരമാണ്. പല മണ്ഡലങ്ങളിലും ഇന്ത്യ സഖ്യത്തിന് ജയസാധ്യതയുണ്ട്. ശ്രീരാംപൂരിൽ CPIM സ്ഥാനാർത്ഥി ദീപ്ഷിത ദർ പ്രചാരണ രംഗത്ത് മേൽക്കൈ നേടി. ഹൗറ, ഹുഗ്ലി തുടങ്ങിയ പഴയ ശക്തി കേന്ദ്രങ്ങളിലും CPIM സ്ഥാനാർത്ഥികൾ ഇത്തവണ മുന്നേറ്റമുണ്ടാക്കും. ഇടതുപക്ഷ പാർട്ടികൾ ഇത്തവണ മുന്നേറ്റമുണ്ടാക്കും. തൃണമൂൽ കോൺഗ്രസിനും BJPക്കും വലിയ ആത്മവിശ്വാസമില്ല. ബംഗാളിൽ നിന്നും ഓരോ പാർട്ടിയും നേടുന്ന സീറ്റുകൾ ദേശീയ തലത്തിൽ ഇത്തവണ നിർണായകമാവും. കൊൽക്കത്തയിൽ നിന്ന് ക്യാമറാമാൻ വിനേഷ് നേതാജിക്കൊപ്പം K. രാജേന്ദ്രൻ.